التمسك بالأثر نجاه. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. സഹോദരങ്ങളെ, 18ാമത്തെ ഹദീസാണ് നിസ്കാരത്തിന് മുമ്പ് നിങ്ങൾ കേട്ടത്. അതിനുശേഷം الحديث التاسع عشر. الحديث التاسع عشر قال ابن عمر رضي الله عنهما: لا يحلف بغير الله فإني سمعت رسول الله صلى الله عليه وسلم يقول: من حلف بغير الله فقد كفر أو أشرك. رواه الترمذي. قال ابن عمر: لا يحلف بغير الله فإني سمعت رسول الله صلى الله عليه وسلم يقول: من حلف بغير الله فقد كفر أو أشرك. റവാഹു തിർമിദി. തൗഹീദുമായി ബന്ധപ്പെട്ട പാഠങ്ങളാണ് ഈ ഹദീസുകളിലൂടെ നമ്മൾ മനസ്സിലാക്കി വരുന്നത്. തൗഹീദിനെ പൊളിച്ചു കളയുന്ന കാര്യങ്ങളും തൗഹീദിന് കോട്ടം വരുന്ന കാര്യങ്ങളുമെല്ലാം തന്നെ ഇതിലുണ്ട്. തൗഹീദിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ പറയുന്ന കാര്യങ്ങൾ പോലും അത് കൃത്യമായി ശ്രദ്ധിക്കുകയും പരിഗണിക്കുകയും വേണ്ടതുണ്ട്. കാരണം തൗഹീദ് അത് നാവുകളിലുണ്ട്, തൗഹീദ് നമ്മുടെ പ്രവർത്തനങ്ങളിലുണ്ട്. അത് ഖൽബിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ല. കാരണം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസം അതാണ്. ഈമാൻ എന്ന് പറയുന്നത് അത് ഖൽബിനകത്ത് മാത്രമുള്ളൊരു കാര്യമല്ല, മറിച്ചത് നമ്മുടെ വാക്കുകളിലുണ്ടാകും, നമ്മുടെ പ്രവൃത്തികളിലുണ്ടാകും. ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില വാക്കുകൾ മാത്രം മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മനുഷ്യർ ചില വാക്കുകൾ പറയും. അത് പറയുന്ന സമയത്ത് ലാ യുൽഖി ലഹാ ബാല, അവൻ അതിനൊരു പ്രാധാന്യവും കൊടുക്കുകയില്ല. അവൻ പറയും, ഒരു കലിമ പറയും. ഇന്ന റജുല ലാ യതകല്ലമു ബി കലിമ, ഒരു മനുഷ്യനൊരു വാക്ക് പറയും, കുറേ സെന്റൻസ് ഒന്നും പറഞ്ഞിട്ട് ഒരു വാക്ക് അവൻ പറയും. ലാ യുൽഖി ലഹാ ബാല, ഒരു വിലയും അവൻ അതിന് നൽകുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പകരമായിട്ട്, അതിൻ്റെ ശിക്ഷയായിട്ട് ഒരു വേള നരകത്തിൻ്റെ ആഴത്തട്ടിലേക്ക് അവനെ പതിപ്പിക്കും. കിഴക്ക് പടിഞ്ഞാറ് എത്രമാത്രം അകലെയാണോ അത്രയും താഴെ നരകത്തിലേക്ക് പതിപ്പിക്കാൻ ഒരു വാക്ക് മതിയെന്ന്. അതുകൊണ്ട് തൗഹീദിന് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവൻ നാവ് കൊണ്ട് സംസാരിക്കാൻ പാടില്ലാത്തതായ തൗഹീദിന് വിരുദ്ധമായ കാര്യങ്ങളെക്കുറിച്ചും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്, കരുതിയിരിക്കേണ്ടതുണ്ട്. ഇതെല്ലാം തൗഹീദിൻ്റെ പഠനം, അത് ആഴത്തിൽ പഠിക്കുക എന്നുള്ളത് എന്തുമാത്രം ആവശ്യമാണ് എന്നറിയിക്കുന്ന കാര്യമാണ്. എന്നാൽ സാധാരണക്കാരിൽ എത്രയോ ആളുകൾ തൗഹീദിൻ്റെ പ്രാധാന്യം അവർക്കറിയാത്തതുപോലെ തന്നെ തൗഹീദിന് ഇങ്ങനെ നാവുകളിലും നമ്മുടെ പ്രവൃത്തികളിലുമെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉണ്ട് എന്നും അവർക്കറിയില്ല. അതുകൊണ്ട് തന്നെ അവർ ശ്രദ്ധിക്കാറില്ല. നിസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു എന്നതിലപ്പുറത്തേക്ക് തൗഹീദിന് ഭംഗം വരുന്ന, കോട്ടം വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ബഹുഭൂരിപക്ഷവും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്. അത്തരത്തിൽ ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്ന, എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ശേഷം സ്വഹാബികളുമെല്ലാം തന്നെ വളരെ കടുത്ത ഭാഷയിൽ നമ്മോട് താക്കീത് ചെയ്തിട്ടുള്ള കാര്യമാണ് അള്ളാഹു അല്ലാത്ത ആളുകളുടെ പേരിൽ സത്യം ചെയ്യുക എന്നുള്ളത്. എത്ര അധികം ആളുകളാണ് ഈ ഒരു കാര്യം ലാഘവത്തോടു കൂടി കാണും. ഇവിടെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അദ്ദേഹം പറയാണ്, ലാ യുഹ്ലഫു ബിഗൈരില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ മറ്റൊരാളെ കൊണ്ടും സത്യം ചെയ്യപ്പെടാൻ പാടില്ല. ഫഇന്നി സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, കാരണം ഞാൻ അങ്ങനെ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. മൻ ഹലഫ ബിഗൈരില്ലാഹ് ഫഖദ് കഫറ ഔ അശ്റക്, ആരാണോ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ മറ്റൊരാളെ കൊണ്ട് സത്യം ചെയ്യുന്നത് അവൻ കുഫ്ർ പ്രവർത്തിച്ചു, അല്ലെങ്കിൽ ശിർക്ക് പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത്. അപ്പം അള്ളാഹു അല്ലാത്ത ആളുകളുടെ പേരിൽ സത്യം ചെയ്യുക എന്നതാണ് നമ്മുടെ വിഷയം. ഇപ്പം സത്യം എന്ന് പറയുന്നത് ചില വാക്കുകളാണ്. നമ്മളൊരു പറയുന്ന ഒരു കാര്യം ഉറപ്പിക്കുന്നതിന് വേണ്ടി കേൾക്കുന്ന ആളുകൾ അത് വിശ്വസിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ പരിഗണിക്കുന്ന ഒരാളെ പേരിൽ നമ്മൾ പറയും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരിൽ പറയുക എന്നുള്ളതാണ് തൗഹീദ് എന്ന് പറയുന്നത്. അള്ളാഹു അല്ലാത്ത ആളുകളുടെ പേരിൽ സത്യം ചെയ്ത് പറയുക എന്നുള്ളത് അത് ശിർക്കായിട്ടുള്ള കാര്യമാണ്. ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അങ്ങനെ അള്ളാഹു അല്ലാത്ത ആളുകളുടെ പേരിൽ
സത്യം ചെയ്യുന്ന ആളുകൾ രണ്ട് വിഭാഗക്കാരുണ്ട്. അള്ളാഹു അല്ലാത്ത ആളുകളുടെ പേരിൽ സത്യം ചെയ്യുന്നത് രണ്ട് വിഭാഗക്കാരുണ്ട്. ഒന്നാമത്തെ വിഭാഗം അതിൽ ഏറ്റവും അപകടം പിടിച്ച പണിയെടുത്ത ആളുകളാണ്. അഥവാ ആ സത്യം ചെയ്യൽ കൊണ്ട്, ആ സത്യം ചെയ്യുക എന്ന പ്രവൃത്തിയിലൂടെ തന്നെ അവരുടെ ഈമാനിനെ നശിപ്പിച്ചു കളഞ്ഞ ആളുകളാണ്. അതല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തെ പൂർണ്ണമായി ഇല്ലാതാക്കി കളഞ്ഞ ആളുകളാണ്. അഥവാ അവർ ആരുടെ പേരിലാണോ സത്യം ചെയ്യുന്നത്, അയാളുടെ പേരിൽ ഞാൻ സത്യം ചെയ്തിട്ട് കളവെങ്ങാനും ചെയ്താൽ അയാൾക്ക് എന്നെ ഉപദ്രവിക്കാനും എന്നെ വകവരുത്താനും ഒക്കെയുള്ള കഴിവുണ്ട്, അതുകൊണ്ട് അയാളുടെ പേരിൽ അങ്ങനെ സത്യം ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് ഞാൻ കളവ് പ്രവർത്തിച്ചാൽ അത് ഗുരുതരമായ കാര്യമാണ് എന്ന് മനസ്സിലാക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയാണ് ഒരാളുടെ പേരിൽ സത്യം ചെയ്യുന്നത് എങ്കിൽ അത് ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. ഉദാഹരണത്തിന് ചില ജാറങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അവിടെ ചില കയറുകളുണ്ട്. ആ കയറുകളിൽ പിടിച്ച് സത്യം ചെയ്യുക എന്നൊരു പരിപാടിയുണ്ട്. ഒരാൾ പറയുകയാണ്, ഞാൻ വല്ലാഹി എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരാളെ പിടിച്ചു, അയാളെ ഒരു അക്രമത്തിന് അയാളെ പിടിച്ചു, അയാളൊരു കുറ്റവാളിയാണെന്ന് പറഞ്ഞു. അപ്പോൾ മറ്റേയാൾ ചോദിക്കുകയാണ്, ഇന്ന ജാറത്തിൽ പോയി ആ കയറ് പിടിച്ചിട്ട് നീ അല്ല അത് ചെയ്തത് എന്ന് പറയാൻ നിനക്ക് ധൈര്യമുണ്ടോ? അപ്പോൾ അയാൾ പറയുകയാണ്, ഞാൻ ചെയ്യാം. അങ്ങനെ അയാൾ അവിടെ പോയി അയാൾ ആ കയറ് പിടിച്ച് പറയാൻ, ഇതാ ഈ കയറാണ്, ഇന്ന ജാറത്തിലെ തങ്ങളാണ് സത്യം, ഞാനത് ചെയ്തിട്ടില്ല എന്ന് പറയാൻ. എന്നാൽ ഇയാളായിരിക്കും അത് ചെയ്തത്. പിന്നീട് ഇയാൾക്കത് പേടിയുണ്ടാവുകയാണ്. ഈ ജാറത്തിലെ തങ്ങൾ ഈ പറഞ്ഞ സത്യത്തെക്കുറിച്ച് അറിയുകയും ഞാൻ ആ കളവാണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് എനിക്ക് ഇനി സർവനാശമുണ്ടാക്കുകയും ചെയ്യും, എനിക്ക് എല്ലാവിധ നാശവും തുടങ്ങിക്കഴിഞ്ഞു എന്ന ചിന്ത, അഥവാ ഉപകാര ഉപദ്രവങ്ങളെല്ലാം തന്നെ ഈ സത്യം ചെയ്യുന്ന മഹ്ലൂഫിനുണ്ട് എന്ന് ഒരാൾ ധരിക്കുക എന്നുള്ളത് സഹോദരങ്ങളെ വളരെ ഗൗരവപ്പെട്ട ദീനുൽ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന കാര്യമാണ്. അൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും, ഫൈനി അഅ്തഖദ ഫിൽ മഹ്ലൂഫി ഫീ മിന അത്തഅലീമി മാ യഅ്തഖിദു ഫില്ലാഹി ഹറമൽ ഹൽഫു ബിഹി വകാന ബിദാലിക ലിഇഅ്തിഖാദു കാഫിറ. ആരെങ്കിലും ആരുടെ പേരിലാണോ സത്യം ചെയ്യുന്നത് അയാളുടെ പ്രത്യേകമായി ആദരിച്ചു ബഹുമാനിച്ചുകൊണ്ട് അങ്ങനെയാണ് വിശ്വസിക്കുന്നത് എങ്കിൽ അള്ളാഹുൽ ഏതൊരു കാര്യത്തിലാണ്, അതോ അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്താൽ അള്ളാഹു അത് അറിയുകയും എന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ പേരിൽ ചോദ്യം ചെയ്യുകയും അള്ളാഹു അതിൻ്റെ പേരിൽ എന്നെ പരീക്ഷിക്കുകയും ചെയ്യും എന്നൊരാൾ മനസ്സിലാക്കുന്നത് പോലെ ഇത്തരക്കാരുടെ പേരിൽ മനസ്സിലാക്കുകയും മറ്റുമൊക്കെ ചെയ്തുകൊണ്ടാണ് സത്യം ചെയ്യുന്നതെങ്കിൽ വകാന ബിദാലിക ലിഇഅ്തിഖാദ് കാഫിറ, അവൻ ഇത്തരം ഇഅ്തിഖാദ് കൊണ്ട് കാഫിറായി തീരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ ഗൗരവമുള്ള കാര്യമാണ്. എന്നാൽ രണ്ടാമത്തേത്, ഇതാണ് പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അവൻ ഈ സത്യം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ആരുടെ പേരിലാണോ സത്യം ചെയ്യുന്നത് അയാൾക്ക് തനിക്ക് വല്ല ഉപകാര ഉപദ്രവങ്ങളൊന്നും ഉണ്ടാക്കണം എന്നൊന്നും അവൻ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് അവൻ ഇവിടെ ചെയ്യുന്ന ഷിർക്ക് എന്ന് പറയുന്നത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യം, വല്ലാഹി എന്ന് പറയുക എന്നുള്ളതാണ് അവകാശപ്പെട്ട കാര്യം. അള്ളാഹുവാണ് സത്യം എന്നാണ് പറയേണ്ടത്. അതിനു പകരം അവൻ വൽ കഅബ, കഅബയാണ് സത്യം, വന്നബി, നബിയാണ് സത്യം, വ അബി, എൻ്റെ ഉപ്പയാണ് സത്യം, വ ഉമ്മി, എൻ്റെ ഉമ്മയാണ് സത്യം എന്ന രൂപത്തിലുള്ള മഖ്ലൂക്കുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായി ആ നാമത്തിൽ തുല്യപ്പെടുത്തുക എന്നുള്ളതാണ്. അത് ഷിർക്കുൻ അസ്ഗറാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു കാര്യം സബബാക്കിയിട്ടില്ല. പണ്ഡിതന്മാർ പറയുകയാണ് ഇത് ഷിർക്കുൻ അസ്ഗറാണ്, ലിഅന്നഹു സാവാ ബൈനൽ ഖാലിഖി വൽ മഖ്ലൂഖി ഫിൽ ലഫ്, ഖാലിഖിനെയും മഖ്ലൂഖിനെയും ലഫ്ളിൽ ഒരുപോലെ ആക്കുക. അള്ളാഹിനെ പോലെ ഇത് ഞാൻ അസത്യം പറഞ്ഞാൽ ഇയാൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും എന്നൊന്നും വിശ്വസിക്കുന്നില്ല. കാബയ്ക്ക് എന്നെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നില്ല. അതല്ലെങ്കിൽ ഉമ്മാക്കോ ഉപ്പാക്കോ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും അങ്ങനെയൊന്നും വിശ്വസിക്കുന്നില്ല. പക്ഷേ അയാളുടെ നാമത്തിൽ അയാൾ അള്ളാഹുവിനെയും പടപ്പിനെയും ഒരുപോലെ ആക്കിയിരിക്കുകയാണ്. ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ഈ ഹദീസിനും ഇതേപോലെയുള്ള സത്യം ചെയ്യലുമായി ബന്ധപ്പെട്ട ഹദീസുകൾ വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം പറയാൻ, വൈന്നമാ സമ്മാഹു ഷിർക്കൻ, ഇതെന്തുകൊണ്ടാണ് അള്ളാഹു അല്ലാത്ത ആളുകളുടെ പേരിൽ സത്യം ചെയ്യുക എന്നുള്ളത് ഷിർക്കാണെന്ന് പറഞ്ഞത്? ലിഅന്നൽ ഹലിഫ ഇന്നമാ യകൂനു ബിൽ മഅബൂദ് ഫമൻ ഹലഫ ബിഗൈരില്ലാ ഫഖദ് ജഅല ലില്ലാഹി നദ്ദൻ. ഇവിടെ അള്ളാഹു അല്ലാത്ത ആളുകളുടെ പേരിലാണ് സത്യം ചെയ്തിട്ടുള്ളത്. ആരെങ്കിലും അള്ളാഹു അല്ലാത്ത ആളുകളുടെ പേരിൽ സത്യം ചെയ്താൽ ഫഖദ് ജഅല ലില്ലാഹി നിദ്ദൻ, അവൻ അള്ളാഹുവിന് തുല്യനാക്കുകയാണ്, അള്ളാഹുവിനെ തുല്യനാക്കുകയാണ്. ഫൈൻ ഫഅല ഹാദാ മുഅ്തഖിദൻ ലിഇബാദതിഹി ഫഹുവ കാഫിർ. ആരെങ്കിലും അവനെ ഇബാദത്ത് ചെയ്തുകൊണ്ടാണ് ഇത്തരം വിശ്വാസങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ആദ്യത്തെ വിഭാഗത്തിൽപ്പെട്ടതുപോലെ ഇയാൾക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാര ഉപദ്രവങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും, അങ്ങനെയൊക്കെയുള്ള വിശ്വാസത്തിനോടുകൂടിയാണ്
അവൻ ഈ സത്യം ചെയ്തിട്ടുള്ളത് എങ്കിൽ അവൻ കാഫിറായി തീരും. വഇൻ ലം യകുൻ മുഅ്തഖിദൻ, അങ്ങനെ ഒരു വിശ്വാസമൊന്നുമില്ല, അയാൾക്ക് എന്തെങ്കിലും ഉപകാരോപദ്രവങ്ങൾ ചെയ്യാൻ സാധിക്കും എന്ന വിശ്വാസമില്ലെങ്കിൽ ഫഹുവ മുശ്രിക്കുൻ ഫിൽ ഖൗൽ, അവൻ സംസാരത്തിൽ മുശ്രിക്കാണ്. ദൂന ശിർക്കിൽ അക്ബർ, അവൻ ഷിർക്കുൽ അക്ബറിൽ പെടുന്നില്ല. അല്ലദി യുൻഖലു അനിൽ മില്ല, മില്ലത്തിൽ നിന്നും ഒരാൾ പുറത്തേക്ക് പോകുന്ന, ദീനുൽ ഇസ്ലാമിൽ നിന്നും പുറത്തേക്ക് പോകുന്ന തരത്തിലുള്ള ഷിർക്കിൽ പെടുന്നില്ല. കമാ ഖാലു ഷിർക്കുൻ ദൂന ഷിർക്ക്, അഥവാ ദീനിൽ നിന്നും പുറത്തു പോകാത്തതായ ഷിർക്ക്, അതാണ് അതിനെ പറയുക. അഥവാ ഷിർക്കുൻ അസ്ഗറാണ് അവൻ ചെയ്തിരിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉള്ള ഏകഭിപ്രായമുള്ള വിഷയമാണ് അള്ളാഹു അല്ലാത്ത ആളുകളുടെ പേരിൽ സത്യം ചെയ്യുക എന്നുള്ളത് പാടില്ല, നിഷിദ്ധമായ കാര്യമാണ്. ഇതെന്തിനാണ് പറയുന്നത് എന്ന് വെച്ചാൽ, ചില മുതഅഖിരീങ്ങളായ പിൻഗാമികളായ പിൽക്കാലക്കാരായ ചില പണ്ഡിതന്മാരുടെ ചില വാക്കുകളിൽ, മദ്ഹബിൻ്റെയും മറ്റുമൊക്കെ ചില ഇമാമുകളുടെ വാക്കുകളിൽ നിന്നും അത് കറാഹത്തേ ഉള്ളൂ, അത് വലിയ കുറ്റമൊന്നുമല്ല എന്ന ചില അഭിപ്രായങ്ങൾ കണ്ടതിനാൽ പലരും അത് വളരെ നിസ്സാരമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ വളരെ മുൻഗാമികൾ തന്നെ, സ്വഹാബികൾ തന്നെ ഇത് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞതായി ഇജ്മാ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, അവരുടെ ഏകാഭിപ്രായമായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അവരൊരാൾ പോലും അത് കുഴപ്പമില്ലാത്ത കാര്യമാണ്, അത് തെറ്റല്ല എന്ന് പറഞ്ഞിട്ടില്ല. നോക്കൂ, ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, ലാ യജൂസുൽ ഹലിഫു ബിഗൈരില്ലാഹി അസ്സ വജൽ ഫീ ശൈഇൻ മിനൽ അഷ്യാ വലാ അലാ ഹാലിൻ മിനൽ അഹ്വാൽ വഹാദാ അംറുൻ മുജ്തമഉൻ അലൈഹി. അല്ലാഹു അല്ലാത്ത ആളുകളുടെ പേരിൽ ഒരവസ്ഥയിലും ഒരു കാര്യത്തിലും സത്യം ചെയ്ത് പറയാൻ പാടില്ല. ഇത് വഹാദാ അംറുൻ മുജ്തമഉൻ അലൈഹി, ഇജ്മാ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറയുന്നുണ്ട്, വഖദ് ഹുക്കിയ ഇജ്മാഉ സ്വഹാബത്തി അലാ ദാലിക്, സഹാബികൾ ഈ വിഷയത്തിൽ ഏകാഭിപ്രായക്കാരായിരുന്നു എന്നത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അത് ഒരു സ്വഹാബി പോലും അള്ളാഹു അല്ലാത്ത ആളുകളുടെ പേരിൽ സത്യം ചെയ്യാം, അത് തെറ്റില്ല, അത് കറാഹത്തേ ഉള്ളൂ, അത് കുറ്റമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് അത് വളരെ ഗൗരവമുള്ള വൻ പാപമായിട്ടല്ല, അതിനേക്കാൾ അപ്പുറത്തേക്കാണ്, വൻ പാപത്തിനേക്കാളും അപ്പുറത്തേക്കാണ് ശിർക്കുൻ അസ്ഗർ എന്ന് പറയുന്നത്. അത് പ്രത്യേകം മനസ്സിലാക്കുക. ഇനി നമുക്ക് കാണാൻ സാധിക്കും, അള്ളാഹു അല്ലാത്ത ആളുകളുടെ പേരിൽ സത്യം ചെയ്യുക അഥവാ സത്യം ചെയ്ത് പറയുക എന്നതാണ് അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറയുന്നതിനേക്കാളും, അത് അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്ത് കളവ് പറയുന്നതിനേക്കാളും ഗൗരവമായിട്ടുള്ള കാര്യം. എന്തുകൊണ്ടാണത്? വല്ലാഹി എന്ന് പറഞ്ഞ ഒരാളൊരു മോഷ്ടിച്ചു, 1000 രൂപ മോഷ്ടിച്ചു, ഇവിടെ നിന്ന് ഒരു 1000 രൂപ പെട്ടെന്ന് കാണാതെ പോയി. അപ്പോൾ ഒരാൾ പറയാം വല്ലാഹി ഞാനത് എടുത്തിട്ടില്ല എന്നൊരാൾ സത്യം ചെയ്ത് പറയാം, എന്നാൽ അയാൾ എടുത്തിട്ടുണ്ട്. അതാണ് ഏത് പറയുന്നതിനേക്കാളും ഗൗരവം കുറഞ്ഞത്. ഒരാൾ പറയണം വല്ലാഹി അയിലക്കാട് മക്കാമിൽ ഔലിയ തന്നെ സത്യം, ഞാൻ എടുത്തിട്ടുണ്ട്, സമ്മതിക്കുകയാണ്, അയാളത് സമ്മതിക്കുകയാണ്. അപ്പോൾ ഒരു ഔലിയാൻ്റെ പേരിൽ അയാൾ സത്യം പറയുന്നതിനേക്കാളും ഗൗരവം കുറഞ്ഞതാണ് അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറയുന്നത്. അതിൻ്റെ വ്യത്യാസം മനസ്സിലായോ? അപ്പം അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറഞ്ഞാൽ അവൻ എന്ത് സംഭവിക്കുന്നില്ല? ശിർക്ക് സംഭവിക്കുന്നില്ല, മഅസിയത്താണ്, ഗൗരവം കുറഞ്ഞ കാര്യമല്ല അത്. പക്ഷെ ഇതിനെ നമ്മൾ തട്ടിച്ചു നോക്കുമ്പോൾ, തുലനം ചെയ്യുമ്പോൾ അത് താരതമ്യേന ഗൗരവം കുറവാണ്. കാരണം അള്ളാഹുവിൻ്റെ പേരിൽ ഒരാൾ കളവ് പറയുക എന്ന് പറയുന്നത് മഅസിയത്തുകളാണ്, മറ്റ് ഹറാമുകൾ പോലെയുള്ള ഒരു മഅസിയത്താണ്, ഗൗരവമുള്ള കാര്യം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമവിശേഷണങ്ങൾ പഠിക്കുന്നതിൽ വരുത്തിയ വലിയ വീഴ്ചയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കിയിട്ടില്ല എന്നതെല്ലാം അതിൽപ്പെടുന്ന കാര്യമാണ്. വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രി, അള്ളാഹിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അള്ളാഹിൻ്റെ പേര് പറഞ്ഞിട്ട് അങ്ങനെ കളവ് പറയാൻ സാധിക്കില്ല. ഗൗരവമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അതിനേക്കാളും ഗൗരവമാണ് അവൻ ഇതാ അയിലക്കാട് മക്കാമിൽ ഔലിയ തന്നെ സത്യം ഞാൻ എടുത്തിട്ടുണ്ട്. ഒരാൾ പറയാണ് ഔലിയ മക്കാമിൽ ഔലിയൻ്റെ മുമ്പിൽ ഞാൻ കൊണ്ടുപോയി നിർത്തും, അവിടെ കൊണ്ടുപോയി നിർത്തും, സത്യം ചെയ്ത് പറയും. അപ്പോൾ അവൻ അവിടെ എത്തിയപ്പോൾ വാക്ക് പറ്റില്ല, ഞാൻ തന്നെ എടുത്തിട്ടുണ്ട്. ഇവിടെ ചിലപ്പോൾ ഇല്ല എന്നൊക്കെ പറഞ്ഞ ആളായിരിക്കും. അവിടെ എത്തിയപ്പോൾ അവൻ പറയണം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവൻ സത്യമാണ് പറഞ്ഞത്, പക്ഷേ ആരുടെ പേരിൽ സത്യം ചെയ്തിട്ടാണ്? ഔലിയയുടെ പേരിൽ സത്യം ചെയ്തിട്ടാണ്. അപ്പോൾ അതാണ് ഗൗരവമുള്ള കാര്യമായിട്ടുള്ളത്. ഒരിക്കൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അടുക്കൽ, അദ്ദേഹം അവിടെ മസ്ജിദിലുണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ അവിടെ വെച്ചിട്ട് പറയാണ്, അദ്ദേഹം കാബയെ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു. അത് അറബികൾക്കിടയിൽ പണ്ട് വളരെ ഉണ്ടായി, വൽ കഅബ, കാബ തന്നെ സത്യം എന്ന് പറയും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അറഅയ്ത ഹലിഫക ബിൽ കഅബ വല്ലാഹി ലൗ അഅലമു അന്നക ഫക്കർത ഫീഹാ ഖബ്ല അൻ തഹ്ലിഫ ലആഖബ്തുക. നീ ഇപ്പോൾ കഅബയെ സത്യം ചെയ്ത് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, അങ്ങനെ കണ്ടിട്ടുണ്ട്. അല്ലാഹുവാണേ, നീ ഇത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാനത് അറിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഞാൻ നിന്നെ ശിക്ഷിക്കുമായിരുന്നു. അത് ഇങ്ങനെ ചെയ്യാൻ പോകുന്ന കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ അത് ശിക്ഷിക്കുമായിരുന്നു. അതുകൊണ്ട് നീ അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്യും, എന്നിട്ട് ആ സത്യം നിറവേറ്റുകയോ നിറവേറ്റാതിരിക്കുകയോ ചെയ്യും. അത് നിസ്സാരാക്കിയതല്ല. അവിടെയും ഉമർ റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്തിട്ടത് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യും. അള്ളാഹു ഞാൻ അങ്ങനെ ചെയ്യാമെന്നൊക്കെ ഒരാൾ പറയാണ്.
എന്ന് ചിലപ്പോൾ നാളെ അത് ചെയ്യൂല, ആളെ പറ്റിക്കാൻ വേണ്ടി ചെയ്താണ്. വല്ലാഹി ഞാൻ അവിടെ പോയിക്കോളാം എന്നൊരാൾ പറഞ്ഞു, പക്ഷെ നാളെ ചിലപ്പോൾ അയാൾ ചെയ്യൂല, ചെയ്യാതിരിക്കാം. നീ അങ്ങനെ ചെയ്യോ ചെയ്യാതിരിക്കോ ചെയ്യും, പക്ഷേ അള്ളാഹു അല്ലാത്ത ആളുകളുടെ പേരിൽ നീ സത്യം ചെയ്ത് പറയാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ആദ്യം പറഞ്ഞത് ശരി, കുഴപ്പമില്ല എന്നുള്ളതല്ല, പക്ഷേ അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്തിട്ട് നീ അതിനെതിരെ ചെയ്താൽ പോലും ഒരു മാസ്യത്തിൽ അത് ഒതുങ്ങും. പക്ഷേ വൽ കഅബ, കഅബയാണ് സത്യം എന്ന് പറഞ്ഞാൽ അത് മാസ്യത്തിൻ്റെയും അപ്പുറത്തേക്ക് ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കിൻ്റെ നേരെ താഴെയായിട്ട് അത്രയും ഗൗരവത്തിൽ അത് നിൽക്കുന്നുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞത്, ലഅൻ അഹ്ലിഫ ബില്ലാഹി കാദിബൻ അഹബ്ബു ഇലയ്യ മിൻ അൻ അഹ്ലിഫ ബിഗൈരിഹി സാദിഖ. അള്ളാഹുവിൻ്റെ പേരിൽ കള്ളസത്യം ചെയ്യലാണ് അള്ളാഹു അല്ലാത്ത ആളുകളുടെ പേരിൽ സത്യം ചെയ്ത് പറയുന്നത്, സത്യം പറയുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടമായിട്ടുള്ളത് എന്നാണ്. അള്ളാഹിന്റെ പേരിൽ കള്ളസത്യം ചെയ്താൽ അവന് പാപത്തിന്റെ കുറ്റമാണുള്ളത്. ലാകിന്നഹു മുവഹിദുൻ ഫി ഹൽഫിഹി ബില്ലാഹ്, പക്ഷെ മുവഹിദാൻ, ശിർക്ക് സംഭവിച്ചില്ല, വലുതോ ചെറുതോ ആയ ശിർക്ക് അവൻ സംഭവിച്ചിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറയാൻ, വൽ മുസീബത്തുൽ കബീറതു മഅ തൗഹീദി ഖൈറും മിൻ ഹസനത്തിൻ മഅ ശിർക്ക്. തൗഹീദുള്ള ഒരാൾക്ക് സംഭവിക്കുന്ന ഒരു മുസീബത്താണ്, അഥവാ പാപങ്ങളാണ് യഥാർത്ഥത്തിൽ ഒരുപാട് ഹസനത്തുള്ള ഒരാൾക്ക് ശിർക്ക് സംഭവിക്കുന്നതിനേക്കാളും നല്ലത് എന്നുള്ളത്. തൗഹീദുള്ള ഒരാൾക്ക് തൗഹീദുണ്ട്, അയാൾ ഒരു ശിർക്കും ചെയ്തിട്ടില്ല, വലുതും ചെറുതും ആയ ശിർക്കും ചെയ്യുന്നില്ല, അയാൾക്ക് ലോകമാന്യമില്ല, അള്ളാഹു അല്ലാത്തവൾ പ്രാർത്ഥിക്കുന്ന സഹായം തരുന്നു, അങ്ങനെ ഒരു ശിർക്കും ഇല്ല. അപ്പം അങ്ങനെയുള്ള ഒരാൾക്കൊരു പാപം സംഭവിക്കുന്നതാണ്, ഒന്നുമില്ല, കുറേ നന്മകളൊക്കെ ഉണ്ട്, നല്ല മനുഷ്യനാണ്, എപ്പോഴും പള്ളിയും വീടൊക്കെയാണ്, പക്ഷെ അതിൻ്റെ ഇടയിൽ ഒന്ന് മക്കാമിലൊക്കെ കയറി അവിടുന്ന് വറക്കത്തെടുത്ത് അവരുടെ പേര് സത്യമൊക്കെ ചെയ്ത് ഇങ്ങനെ ചെയ്യും. ബാക്കി നിസ്കാരം കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യം പറഞ്ഞവനാണ് നല്ലത് എന്നാണ്, കാരണം അവന് തൗഹീദിൽ എന്ത് ചെയ്തിട്ടില്ല, ഒരു കളങ്കവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. രണ്ടും യഥാർത്ഥത്തിൽ അബദ്ധം തന്നെയാണ്. വൻപാപത്തിന്റെ വിഷയം പറയുമ്പോൾ അത് വേറെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ തുലനം ചെയ്ത് പറയുമ്പോൾ അത്രയും ഗൗരവം സഹോദരങ്ങളെ അള്ളാഹു അല്ലാത്ത ആളുകളുടെ പേരിൽ സത്യം ചെയ്യുക എന്നുള്ളതിന് അതുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പിൽക്കാലക്കാരായ ചിലർ അത് കറാഹത്തേ ഉള്ളൂ എന്ന് പറയാൻ ചില ഹദീസുകൾ അവർ ഉദ്ധരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ അഫ്ലഹ വ അബീഹി ഇൻ സദഖ് ഔ ദഖലൽ ജന്ന വ അബീഹി ഇൻ സദഖ്, ഒരു മനുഷ്യൻ അയാൾ ഫർള് മാത്രമേ ചെയ്യുകയുള്ളൂ, അങ്ങനെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ ഒരു റിവായത്തുണ്ട്. അത് സ്വഹീഹായി സ്ഥിരപ്പെട്ട ഒരു ഹദീസ് തന്നെയാണ്. പക്ഷേ ഹദീസിന്റെ ചില റിവായത്തിൽ അഫ്ലഹ വ അബീഹി എന്ന ചില റിവായത്തിൽ വന്നിട്ടുണ്ട്, അവൻ വിജയിച്ചു, അവന്റെ ഉപ്പ സത്യം എന്നാണ് വാക്കിന്റെ നേരെ അർത്ഥം. അഫ്ലഹ വ അബീഹി, അവന്റെ ഉപ്പയാണ് സത്യം, അവന്റെ ഉപ്പയാണ് സത്യം, അങ്ങനെയാണെങ്കിൽ അവൻ വിജയിച്ചു എന്ന് പറയുന്നൊരു വാക്കുണ്ട്. ഈ ഒരു വാക്ക് വന്നത് കാരണത്താലാണ് ചിലർ എന്നാൽ പിന്നെ അത് കറാഹത്ത് ഉണ്ടാവില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം നിഷിദ്ധമാക്കി പറഞ്ഞ് പിന്നെ അവിടുന്ന് തന്നെ അത് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ വിധി എന്ത് ചെയ്യും, ഹറാമിൽ നിന്നും അത് താഴേക്ക് കറാഹത്തിലേക്ക് വരും. അപ്പം അങ്ങനെയാണ് ചില ആളുകൾ അത് കറാഹത്തേ വരികയുള്ളൂ എന്ന് പറഞ്ഞത്. പക്ഷേ ഇത് സ്വഹാബികൾക്കിടയിൽ ഇജ്മാ ഉദ്ധരിക്കപ്പെട്ട വിഷയമാണ്, അള്ളാഹു അല്ലാത്ത ആളുകളുടെ പേരിൽ സത്യം ചെയ്യുക എന്നുള്ളത് ഹറാമാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഹദീസിന് കൃത്യമായ ഒരു തൗജീഹ്, കൃത്യമായ ഒരു ഡയറക്ഷൻ വരേണ്ടതുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ പല കാര്യങ്ങളും വിശദീകരിച്ചിട്ടുണ്ട്. ഈ ലഫ്ള് മൻസൂഖാണ്, ഇത് ആദ്യം വന്നതാണ്, അഥവാ ദുർബലപ്പെട്ടു പോയതാണ്. പിന്നെയാണ് ഹദീസ് എന്തു വന്നിട്ടുള്ളത്, അള്ളാഹുവിന്റെ പേരിൽ മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ, മറ്റേത് ഷിർക്കാണ് എന്ന് വന്നിട്ടുള്ളത്. അങ്ങനെ ചില ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു അബ്ദുൽ ബർ റഹിമഹുള്ളൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുപോലെ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. വേറെ ചിലർ പറഞ്ഞത് റസൂലുള്ളാഹിക്ക് മാത്രം ഖാസായതാണ്. ഇബ്നുൽ അറബി അൽ മാലിക്കി റഹിമഹുല്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വേറെ ചിലർ പറഞ്ഞു അത് തഅക്കീദിന് വേണ്ടി പറഞ്ഞതാണ്, അല്ലാതെ അത് ഖസമിൽപ്പെടുന്ന കാര്യമല്ല, സത്യം ചെയ്ത് പറയുന്ന കാര്യമല്ല, അതൊരു വാക്കിനെ ഉറപ്പിച്ചു പറയാൻ വേണ്ടി അറബികൾ ഉപയോഗിക്കുന്ന രീതിയിലാണ്. ഇങ്ങനെ പല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഏറ്റവും ശരിയായ അഭിപ്രായം മനസ്സിലാക്കുന്നത് ചില ഉലമാക്കൾ ആ റിവായത്തിന്റെ ആ ഭാഗം അബീഹി എന്ന് പറയുന്നത് അത് സ്വഹീഹല്ല എന്ന് പറയുന്നുണ്ട്. അത് സ്വഹീഹല്ല, ആ ഭാഗം സ്വഹീഹല്ല, അത് ദുർബലമായ ഭാഗമാണ്. ആ റിവായത്ത് കൂടി, അങ്ങനെ ഒരു ഭാഗം കൂടി ഉദ്ധരിക്കപ്പെട്ടു വന്ന റിവായത്തിൽ ദുർബലതയുണ്ട്, അതിന് സനദിൽ ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ആ ഒരു ഇഷ്കാലില്ല. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു നമുക്ക് ഉറപ്പിക്കാൻ യഖീനോടുകൂടി പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അസ്ലിലേക്ക് തന്നെ മടങ്ങുക. അള്ളാഹു അല്ലാത്ത ആളുകളുടെ പേരിൽ സത്യം ചെയ്യാൻ പാടില്ല. മൻ ഹലഫ ബിഗൈരില്ലാഹ് ഫഖദ് അശ്റക ഔ കഫർ, ആരെങ്കിലും അള്ളാഹു അല്ലാത്ത ആളുകളുടെ പേരിൽ സത്യം ചെയ്താൽ അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ കുഫ്ർ ചെയ്തിരിക്കുന്നു എന്ന അടിസ്ഥാനത്തിൽ തന്നെ മനസ്സിലാക്കുക. അതേപോലെ തന്നെ സ്വഹാബികളിൽ നിന്നൊക്കെ ഒരുപാട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യൻഹാകും അൻ തഹ്ലിഫു ബിആബായിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ നിങ്ങളുടെ ഉപ്പമാരുടെ പേരിൽ സത്യം ചെയ്യുന്നത് വിലക്കിയിരിക്കുന്നു. റസൂലുള്ളാഹി നേർക്ക് നേരെ പറഞ്ഞു. ഒരു കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പമാരുടെ പേരിൽ സത്യം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് പിന്നെ പറയുമോ? അപ്പം ഇല്ല. അപ്പം ആ വാക്ക് ദുർബലമാണ് എന്നുള്ളത് ഒന്നുകൂടി ഉറപ്പ് കിട്ടുകയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യൻഹാകും അൻ തഹ്ലിഫു ബിആബായിക്കും,
അത് ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു സ്വഭാവമാണ്. ഉപ്പയാണ് സത്യം. ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, ജാഹിലിയ കാലഘട്ടം കഴിഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു, ഈ കാര്യങ്ങൾ അവിടെ പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ടും ഇന്നും നമ്മുടെ നാട്ടിൽ ഉമ്മയാണ് സത്യം, ഉപ്പയാണ് സത്യം എന്ന് പറയുന്ന എത്ര ആൾക്കാരുണ്ട്? ഇപ്പം ഈ ജാഹിലിയത്തിലുള്ള പല കാര്യങ്ങളും ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതിനുള്ള വ്യക്തമായ ഉദാഹരണങ്ങളിൽ ഒന്നാണ്. ജാഹിലിയത്തിലുള്ള പല കാര്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അൽ മസായിലുൽ ജാഹിലിയ, ജാഹിലിയത്തിൽ നിലനിന്നിരുന്ന പല മസ്അലകളും പല വിഷയങ്ങളും ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഒരുപാട് മസ്അലകൾ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. ജാഹിലിയ കാലത്തുണ്ടായിരുന്ന അതേ വിശ്വാസം റസൂലുള്ളാഹിന്റെ കാലം കഴിഞ്ഞ്, തൗഹീദിന്റെ കാലം കഴിഞ്ഞ് ലോകമൊട്ടാകെ ഇസ്ലാം അത് പ്രചരിച്ചതിന് ശേഷവും ആ വിശ്വാസം വീണ്ടും സമൂഹത്തിലെത്തിയിട്ടുണ്ട് എന്നറിയിക്കുന്നതായ കാര്യം. അത് ജാഹിലിയത്തിന്റെ വിശ്വാസം പൂർണ്ണമായി സ്വഹാബികളിലൂടെ, താബിഈങ്ങളിലൂടെ, അയിമ്മത്തുകളിലൂടെ പൂർണ്ണമായി തുടച്ചു നീക്കപ്പെട്ടതായിരുന്നു. പക്ഷെ പിന്നീട് സമൂഹത്തിൽ ആ ജാഹിലിയത്തിലുള്ള കാര്യങ്ങൾ ഓരോന്നോരോന്നായി വരികയാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ആരാണോ ജാഹിലിയത്തിനെ കുറിച്ച് മനസ്സിലാക്കാത്തത്, ജാഹിലിയത്തിനെ കുറിച്ച് മനസ്സിലാക്കാത്ത ആളുകൾ അവരുടെ ഈമാൻ ഇങ്ങനെ ഓരോന്നോരോന്നായി എന്ത് ചെയ്യും? ഈമാൻ ഇങ്ങനെ ഇളകിപ്പോവും. ജാഹിലിയത്തിനെ കുറിച്ച് മനസ്സിലാക്കിയ ആളുകൾക്ക് ജാഹിലിയത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു, ചരിത്രം എന്തായിരുന്നു, അവരുടെ വിശ്വാസം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കിയ ആളുകൾക്ക് ഇപ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. മഹാനായ ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആളുകളൊക്കെ ഷർറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ, ഞാൻ നന്മകളെ കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ ഷർറിനെ കുറിച്ച് ചോദിക്കാറുണ്ട്, തിന്മകളെ കുറിച്ച് ചോദിക്കാറുണ്ട്. ഞാൻ അതിലേക്ക് പെട്ടുപോകാതിരിക്കാനാണ്, ഞാൻ തിന്മ ചെയ്യാനല്ല. ഏതൊക്കെയാണ് തിന്മകൾ, എങ്ങനെയാണ് തിന്മകൾ, എന്തൊക്കെയുണ്ട്? അപ്പോൾ ആ തിന്മകളെക്കുറിച്ച് അത് അറിയുക എന്നുള്ളത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഇന്നല്ലാഹ യൻഹാകും അൻ തഹ്ലിഫു ബി ആബായിക്കും. ഇതിനുശേഷം ഉമർ അള്ളാഹുവിന് പറയുന്ന ഒരു വാക്കുണ്ട്. അദ്ദേഹം പറയാൻ, ഫവല്ലാഹ്, അല്ലാഹുവാണ് സത്യം, മാ ഹലഫ്തു ബിഹാദാ മുൻദു സമിഅ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ദാകിറൻ വലാ ആസിറ. ഇത് റസൂലുള്ളാഹിന്റെ അടുത്ത് കേട്ടത് മുതൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. വല്ലാഹി, അല്ലാഹുവാണ് വഅബി, എൻ്റെ ഉപ്പയാണ് സത്യം എന്ന് ഞാൻ എൻ്റെ വാക്കുകൊണ്ട് പറഞ്ഞിട്ടില്ല. വേറൊരാൾ പറഞ്ഞത് ഞാൻ എടുത്ത് ഉദ്ധരിക്കുക പോലും ചെയ്തിട്ടില്ല. ഒരാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, ഇങ്ങനെ ഇന്നയാൾ അവൻ്റെ ഉപ്പയാണ് സത്യം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞു, അതുപോലും ഞാൻ എൻ്റെ നാവ് കൊണ്ട് പറഞ്ഞിട്ടില്ല എന്ന്. അതെൻ്റെ നാവ് കൊണ്ട് അല്ലാത്തവരുടെ പേരിൽ ഒരാൾ സത്യം ചെയ്ത ആ ഒരു കാര്യം നമ്മൾ അങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്യുമല്ലോ. ഇന്നാൾ ഉപ്പയാണ് സത്യം എന്ന് പറഞ്ഞു എന്ന വാക്കുപോലും ഞാൻ എടുത്ത് ഉദ്ധരിക്കാറില്ല എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയാം. അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ ഇബ്നു സമുറ അദ്ദേഹത്തിന് ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഹ്ലിഫു ബിത്തവാഗി വലാ ബിആബായിക്കും. നിങ്ങൾ നിങ്ങളുടെ ആരാധ്യ വസ്തുക്കൾ, തവാഗീത്ത്, നിങ്ങൾ ആരാധിക്കുന്ന വസ്തുക്കൾ, ലാത്തയുടെ ഉസ്സയുടെ ഒക്കെ പേരിൽ സത്യം ചെയ്യാറുണ്ടല്ലോ, അത് ചെയ്യാൻ പാടില്ല. വലാ ബിആബായിക്കും, നിങ്ങളുടെ ഉപ്പമാരുടെ പേരിലും അങ്ങനെ സത്യം ചെയ്യാൻ പാടില്ല. അപ്പോൾ വളരെ വ്യക്തമാണ്. അപ്പോൾ ഷിർക്കിൻ്റെ ആളുകളുടെ പേരിൽ മാത്രം സത്യം ചെയ്ത്, അങ്ങനെ ചില ആൾക്കാർ ഷിർക്കിൻ്റെ ആളുകളുടെ പേരിൽ സത്യം ചെയ്യുന്ന കുഴപ്പമുള്ളൂ. അങ്ങനെ ഷിർക്ക് ബഹുദൈവ ആരാധകരായ ആൾക്കാരുടെ പേരിൽ സത്യം ചെയ്യുന്ന പ്രശ്നം. നല്ല സ്വാലിഹീങ്ങളുടെ പേരിൽ സത്യം ചെയ്യാം, അത് നല്ലതാണ് എന്ന് പറയുന്ന ആളുകൾക്കുള്ള മറുപടിയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടും പറയണം, നിങ്ങൾ ഉപ്പമാരുടെ പേരിൽ സത്യം ചെയ്യാൻ പാടില്ല, തന്നെ ഷിർക്കിൻ്റെ ആളുകളുടെ പേരിൽ സത്യം ചെയ്യാൻ പാടില്ല. രണ്ടും ഒരുമിച്ചാണ് പറഞ്ഞു. ഒരു പേരിൽ സത്യം ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് വല്ല സത്യവും ചെയ്യണമെങ്കിൽ അത് അള്ളാഹുവിൻ്റെ പേരിൽ മാത്രം സത്യം ചെയ്യുക. മൻ കാന ഹാലിഫൻ ഫൽയഹ്ലിഫ് ബില്ലാഹ് എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആരെങ്കിലും സത്യം ചെയ്യുകയാണെങ്കിൽ അവൻ എന്ത് ചെയ്യട്ടെ? അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്യട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. അപ്പം അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. സമൂഹത്തിൽ ഒരുപാട് കാണാം, പ്രത്യേകിച്ചും വയസ്സായ ആളുകളൊക്കെ പലപ്പോഴും മൊയ്തീൻ ഷെയ്ഖാണ് സത്യം, ബദരീങ്ങളാണ് സത്യം എന്നൊക്കെ പറയുന്ന രൂപത്തിൽ അത് ചിലപ്പോൾ അവർ അറിയുന്നുണ്ടാവുകയില്ല എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ ഷിർക്കുൻ അക്ബറിലേക്ക് ചിലപ്പോൾ പലരും എത്തുന്നുണ്ടാവുകയില്ല. പക്ഷേ ഇത് ഷിർക്കുൻ അസ്ഗറാണ്, ഏറ്റവും കുറഞ്ഞത് വൻ പാപങ്ങളെക്കാളും ഗൗരവമുള്ള കാര്യമാണ്. പക്ഷെ പലരും അറിയുന്നില്ല, അറിയാതെ അങ്ങനെ പറഞ്ഞു പോവാൻ. അവർക്കത് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്, അവരിലേക്ക് ഇത് എത്തിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് കൊടുക്കുമാറാകട്ടെ.